ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അരവിന്ദ്. പ്രധാന വാർത്തകൾ. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ആഫ്രിക്കയിലേക്ക് തിരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി അങ്കോളയിലെത്തും. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവർക്കും നീതി ലഭിച്ചാൽ മാത്രമേ സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ ചേരും. ഇന്ത്യയുടെ നഗരപരിവർത്തനം പൌരകേന്ദ്രീകൃതവും സുസ്ഥിരവുമായിരിക്കണമെന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷ പരിപാടികൾ അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും. ഓസ്ട്രേലിയക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ വിശദമായി. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ആഫ്രിക്കയിലേക്ക് തിരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി അങ്കോളയിലെത്തും. 2 ആഫ്രിക്കൻ രാജ്യങ്ങളിലേക്കുള്ള ഒരു ഇന്ത്യൻ രാഷ്ട്രത്തലവന്റെ ആദ്യ സന്ദർശനമാണിത്. ഇന്ന് മുതൽ ഈ മാസം 13 വരെയുള്ള സന്ദർശന വേളയിൽ നിലവിലുള്ള ഉഭയകക്ഷി ബന്ധങ്ങൾ അവലോകനം ചെയ്യും. പുതിയ മേഖലകളിലെ സഹകരണത്തിന്റെ സാധ്യതകളെക്കുറിച്ചും ചർച്ചകൾ നടക്കും. നാളെ ശ്രീമതി മുർമു അങ്കോള പ്രസിഡന്റ് ലൊറൻസോയുമായി ഉഭയകക്ഷി ചർച്ച നടത്തും. ചൊവ്വാഴ്ച അങ്കോളയുടെ സ്വാതന്ത്ര്യത്തിന്റെ 50ാം വാർഷികാഘോഷത്തിൽ പങ്കെടുക്കുന്ന രാഷ്ട്രപതി അങ്കോള പാർലമെന്റിനെ അഭിസംബോധന ചെയ്യും. ഇന്ത്യൻ സമൂഹവുമായും രാഷ്ട്രപതി സംവദിക്കും. തുടർന്ന് ബോട്സ്വാനയിലേക്ക് തിരിക്കുന്ന രാഷ്ട്രപതി 13 വരെ അവിടെ തുടരും. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവർക്കും കൃത്യസമയത്ത് നീതി ലഭ്യമാകുമ്പോൾ മാത്രമേ അത് സാമൂഹിക നീതിയുടെ അടിത്തറയായി മാറുകയുള്ളൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിയമസഹായ സേവനങ്ങൾ ശക്തിപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ട് സുപ്രീം കോടതിയിൽ നടക്കുന്ന ദേശീയ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. साथियों, जब न्याय सबके लिए एक्सेसिबल होता है, टाइमली होता है, जब न्याय सोशल या फाइनेंशियल बैकग्राउंड देखे बिना हर व्यक्ति तक पहुंचता है, तभी वो सामाजिक न्याय की नींव बनता है. लीगल एड इस बात में बहुत महत्वपूर्ण भूमिका निभाती है कि न्याय सबके लिए एक्सेसिबल हो. नेशनल लेवल से लेकर तालुका स्तर तक लीगल सर्विसेज अथॉरिटीज, न्यायपालिका और सामान्य मानवी के बीच सेतु का काम करती है. ഉൾപ്പെടുത്തലിനും ശാക്തീകരണത്തിനുമുള്ള മാധ്യമമാണ് സാങ്കേതിക വിദ്യയെന്നും ഈ കോർട്സ് പദ്ധതി ഇതിനൊരു മികച്ച ഉദാഹരണമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിധിന്യായങ്ങളും നിയമപരമായ രേഖകളും പ്രാദേശിക ഭാഷകളിൽ ലഭ്യമാക്കേണ്ടത് അത്യാവശ്യമാണെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി. ലീഗൽ സർവീസ് അതോറിറ്റി തയ്യാറാക്കിയ കമ്മ്യൂണിറ്റി മീഡിയേഷൻ പരിശീലന മൊഡ്യൂളിന്റെ ഉദ്ഘാടനവും ശ്രീ മോദി നിർവഹിച്ചു. കേന്ദ്ര നിയമമന്ത്രി അർജുൻ രാം മേഘ്വാൾ, സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസ് BR ഗവായ് തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്തരാഖണ്ഡ് രൂപീകരണത്തിന്റെ രജത ജൂബിലി ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ഡെറാഡൂൺ സന്ദർശിക്കും. രജത ജൂബിലി സ്മരണാർത്ഥം പുറത്തിറക്കുന്ന തപാൽ സ്റ്റാമ്പ് പ്രധാനമന്ത്രി പ്രകാശനം ചെയ്യും. 8,000 കോടിയിലധികം രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്കും ശ്രീ മോദി തുടക്കം കുറിക്കും. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ നടക്കും. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇത് സംബന്ധിച്ച അംഗീകാരം നൽകിയതായി കേന്ദ്രമന്ത്രി കിരൺ റിജിജു അറിയിച്ചു. ക്രിയാത്മകവും അർത്ഥവത്തുമായ ചർച്ചകൾക്ക് സർക്കാർ ഉറ്റുനോക്കുകയാണെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ നാളെ കർണാടക സന്ദർശിക്കും. ഹാസനിൽ ജൈന സന്യാസിയും ആത്മീയ നേതാവുമായ ആചാര്യ ശാന്തി സാഗർ മഹാരാജിന് ഉപരാഷ്ട്രപതി ആദരാഞ്ജലി അർപ്പിക്കും. മൈസൂരുവിലെ JSS അക്കാദമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിന്റെ 16ാമത് ബിരുദദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി പങ്കെടുക്കും. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷ പരിപാടികൾ അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് നടക്കും. നാവികസേനയുടെ വിവിധ മേഖലകളിലെ മികവും ശക്തിയും എടുത്തുകാട്ടുന്ന പരിപാടികൾ അരങ്ങേറും. സേനയുടെ അത്യാധുനിക സംവിധാനങ്ങൾ, ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനയുടെ നിർണായക സ്വാധീനം എന്നിവ വ്യക്തമാക്കുന്ന പരിപാടികൾ സംഘടിപ്പിക്കും. നാവികസേനയുടെ യുദ്ധസജ്ജത, ഓപ്പറേഷൻ സിന്ദൂർ വേളയിൽ പ്രകടമാക്കിയ കൃത്യത, വേഗത, സ്വാധീനം എന്നിവ അടിവരയിടുന്നതാകും ആഘോഷങ്ങൾ. സാങ്കേതിക തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിനും പരിശീലനത്തിനും പ്രാധാന്യം നൽകുന്ന അസമിലെ ആദ്യത്തെ സർവകലാശാലയ്ക്ക് ബിശ്വനാഥ് ജില്ലയിലെ ഭോലാഗുഡിയിൽ കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ തറക്കല്ലിട്ടു. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്, ഇന്റർനെറ്റ് ഓഫ് തിങ്സ് ഉൾപ്പെടെ വിവിധ സാങ്കേതിക മേഖലകളിലെ കോഴ്സുകളാണ് സ്വഹിദ് കനകലത ബറുവ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ളത്. അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയും ചടങ്ങിൽ പങ്കെടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ഓസ്ട്രേലിയക്കെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഇന്ന് നടന്ന അഞ്ചാമത്തെയും അവസാനത്തെയും മത്സരം മഴ തടസ്സപ്പെടുത്തിയത് കാരണം ഉപേക്ഷിച്ചതോടെ പരമ്പര 2-1 ഇന്ത്യ സ്വന്തമാക്കുകയായിരുന്നു. ഇന്ന് നടന്ന മത്സരത്തിൽ 4.5 ഓവർ മാത്രമാണ് ബൌൾ ചെയ്യാൻ കഴിഞ്ഞത്. ടോസ് നഷ്ടപ്പെട്ട ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ വിക്കറ്റൊന്നും നഷ്ടപ്പെടാതെ 52 റൺസ് എന്ന നിലയിൽ തുടരുമ്പോഴാണ് മഴ കളി തടസ്സപ്പെടുത്തിയത്. 5 കളികളിൽ നിന്നായി 163 റൺസ് നേടിയ ഇന്ത്യയുടെ അഭിഷേക് ശർമ്മ പരമ്പരയിലെ താരമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇന്ത്യയുടെ നഗരപരിവർത്തനം പൌരകേന്ദ്രീകൃതവും എല്ലാവരെയും ഉൾക്കൊള്ളുന്നതും സുസ്ഥിരവുമായിരിക്കണമെന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. ന്യൂഡൽഹിയിൽ ഇന്നാരംഭിച്ച ദേശീയ അർബൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നഗര അടിസ്ഥാന സൌകര്യ പദ്ധതികളിൽ നിക്ഷേപം സുഗമമാക്കുന്നതിന് രൂപകൽപ്പന ചെയ്ത പ്ലാറ്റ്ഫോം അർബൻ ഇൻവെസ്റ്റ് വിൻഡോയും അദ്ദേഹം പുറത്തിറക്കി. इसमें हमको प्राइवेट पार्टनरशिप के नाते जनता की ओर से भी निवेश करने के लिए उनको प्रोत्साहित करना पड़ेगा. मुझे अपने शहरों को अच्छा करना, चलिए इसमें निवेश करते हैं. हमको अपनी बहुत सी कंपनियों को जो शहरी विकास में लगी उनकी लिस्टिंग करानी पड़ेगी. तो इस नाते से प्राइवेट पार्टनरशिप करके और प्राइवेट इस प्रकार की फंडिंग करने के लिए भी रास्ते खोलने हैं. और जिसकी शुरुआत मैं समझता हूँ आज जो की गई है वो एक बहुत बड़ा पहलू है, जो ये अर्बन इन्वेस्ट विंडो जिसका अभी लॉन्च किया गया है, और नाम बड़ा अच्छा रखा है इसका, UIWIN. You win and I win. കേരളത്തിന് അനുവദിച്ച 3ാം വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് തുടങ്ങി. എറണാകുളത്ത് നിന്ന് KSR ബംഗളൂരുവിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസിന്റെ ഫ്ളാഗ് ഓഫ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വീഡിയോ കോൺഫറൻസിംഗ് മുഖേന നിർവഹിച്ചു. ഇതുൾപ്പെടെ 4 പുതിയ വന്ദേ ഭാരത് എക്സ്പ്രസ് ട്രെയിനുകളാണ് ശ്രീ മോദി ഇന്ന് വാരാണസിയിൽ ഫ്ളാഗ് ഓഫ് ചെയ്തത്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ, കേന്ദ്രമന്ത്രിമാരായ സുരേഷ് ഗോപി, ജോർജ് കുര്യൻ, മന്ത്രി P രാജീവ് എന്നിവർ പങ്കെടുത്തു. UAE സഹിഷ്ണുത സഹവർത്തിത്വ വകുപ്പ് മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാനുമായി UAEയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ കൂടിക്കാഴ്ച നടത്തി. കേരളവും UAEയുമായുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നത് സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ച ചെയ്തതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. ചില ഓൺലൈൻ പ്ലാറ്റ്ഫോമുകൾ പുറത്തിറക്കുന്ന അനധികൃത ഡിജിറ്റൽ സ്വർണ്ണ ഉൽപ്പന്നങ്ങൾക്കെതിരെ നിക്ഷേപകർ ജാഗ്രത പാലിക്കണമെന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ മുന്നറിയിപ്പ് നൽകി. ഇത്തരം പദ്ധതികൾ സെബിയുടെ നിയന്ത്രണ പരിധിക്ക് പുറത്താണ്. ഈ ഉൽപ്പന്നങ്ങളെ സെക്യൂരിറ്റികളായോ കമോഡിറ്റി ഡെറിവേറ്റീവുകളായോ നിലവിൽ അംഗീകരിച്ചിട്ടില്ലെന്ന് സെബി ചൂണ്ടിക്കാട്ടി. നിക്ഷേപകർക്ക് സംരക്ഷണം നൽകാനുള്ള വിവിധ സംവിധാനങ്ങളിൽ ഇത്തരം നിക്ഷേപങ്ങൾ ഉൾപ്പെട്ടിട്ടില്ലെന്നും സെബി വ്യക്തമാക്കി. സ്വതന്ത്ര വ്യാപാര കരാറിനായുള്ള 4ാം ഘട്ട ചർച്ചകൾ പൂർത്തിയാക്കി ഇന്ത്യയും ന്യൂസിലൻഡും. എത്രയും വേഗം കരാർ അന്തിമമാക്കുന്നതിനുള്ള പ്രതിജ്ഞാബദ്ധത ഇരു രാജ്യങ്ങളും പ്രകടിപ്പിച്ചു. ചർച്ചകളിൽ ഇതുവരെ കൈവരിച്ച പുരോഗതി കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും ന്യൂസിലൻഡിന്റെ വ്യാപാര മന്ത്രി ടോഡ് മക്ലെയും സ്വാഗതം ചെയ്തു. കൃഷി, ഭക്ഷ്യ സംസ്കരണം, പുനരുപയോഗ ഊർജ്ജം, ഫാർമസ്യൂട്ടിക്കൽസ്, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ കരാർ പുതിയ അവസരങ്ങൾ തുറക്കുമെന്ന് വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. അമേരിക്കയിലെ ഒഹായോ ഗവർണർ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യൻ വംശജൻ വിവേക് രാമസ്വാമിക്ക് പിന്തുണ പ്രഖ്യാപിച്ച് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സംരംഭകനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് മത്സരിച്ചിരുന്നയാളുമാണ് വിവേക് രാമസ്വാമി. ന്യൂഡൽഹിയിലെ ദേശീയ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിരുന്ന ശ്രീബുദ്ധന്റെ തിരുശേഷിപ്പുകൾ 11 ദിവസത്തെ പ്രദർശനത്തിനായി ഭൂട്ടാനിലെത്തിച്ചു. കേന്ദ്ര സാമൂഹിക നീതി മന്ത്രി വീരേന്ദ്രകുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ആഗോള സമാധാന പ്രാർത്ഥനാ ഉത്സവത്തിനായി ഇവ എത്തിച്ചത്. തഷീച്ചോ സോങ്ങിൽ പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയുന്ന വിധത്തിൽ ഇവ പ്രദർശിപ്പിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ടത്തിനായുള്ള പരസ്യപ്രചാരണം നാളെ അവസാനിക്കും. 20 ജില്ലകളിലായി 122 മണ്ഡലങ്ങളിൽ ചൊവ്വാഴ്ചയാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ നവംബർ 14 നടക്കും. അതിനിടെ സമസ്തിപൂർ സരായ് രഞ്ജൻ നിയമസഭാ നിയോജക മണ്ഡലത്തിലെ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസറെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സസ്പെൻഡ് ചെയ്തു. ഇവിടെ EVM യൂണിറ്റുകളുടെ ഭാഗമായുള്ള VVPAT സ്ലിപ്പുകൾ അലക്ഷ്യമായി ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി. പ്രധാന വാർത്തകൾ വീണ്ടും. ദ്വിരാഷ്ട്ര സന്ദർശനത്തിന് ആഫ്രിക്കയിലേക്ക് തിരിച്ച രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് രാത്രി അങ്കോളയിലെത്തും. സാമൂഹിക സാമ്പത്തിക പശ്ചാത്തലം പരിഗണിക്കാതെ എല്ലാവർക്കും നീതി ലഭിച്ചാൽ മാത്രമേ സാമൂഹിക നീതി ഉറപ്പാക്കാൻ കഴിയൂ എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പാർലമെന്റിന്റെ ശൈത്യകാല സമ്മേളനം അടുത്ത മാസം 1 മുതൽ 19 വരെ ചേരും. ഇന്ത്യയുടെ നഗരപരിവർത്തനം പൌരകേന്ദ്രീകൃതവും സുസ്ഥിരവുമായിരിക്കണമെന്ന് കേന്ദ്ര നഗരകാര്യമന്ത്രി മനോഹർ ലാൽ. ഈ വർഷത്തെ നാവികസേനാ ദിനാഘോഷ പരിപാടികൾ അടുത്ത മാസം 4-ന് തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കും.
ഓസ്ട്രേലിയക്കെതിരായ T20 ക്രിക്കറ്റ് പരമ്പര സ്വന്തമാക്കി ഇന്ത്യ. ഇന്നത്തെ മത്സരം മഴ മൂലം ഉപേക്ഷിച്ചു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.